ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധന ഇന്ന്. പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ ഉച്ചയോടെ സന്നിധാനത്തെത്തിയിരുന്നു. SP ശശിധരനും സംഘവുമാണ് എത്തിയത്. ശ്രീകോവിലിലെ ദ്വാരപാലകപാളി, കട്ടിളപ്പാളി എന്നിവയുടെ സാമ്പിൾ ശേഖരിക്കും. അതേസമയം മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്കാണ്. മണിക്കൂറുകൾ കാത്തുനിന്നാണ് ഇന്നലെ ഭക്തർ ദർശനം നടത്തിയത്. MG പ്രതീഷ് ശബരിമലയിലെ സന്നിധാനത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട നടപടിയാണ് ഇന്നിപ്പോൾ ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്നത്. ശാസ്ത്രീയ പരിശോധന അതെപ്പോൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ഇന്നിപ്പോൾ 80,000-ഓളം പേരാണ് വിർച്വൽ ബുക്കിംഗ് വഴി ബുക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എത്രത്തോളം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് സന്നിധാനത്ത്? പ്രവിധ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയുടെ നിർണായകമായ ഒരു നീക്കം ഇന്ന് നടക്കും. അത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി നടക്കുന്ന ശാസ്ത്രീയ പരിശോധനയാണ്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള SIT സംഘം ഇന്നലെ ഉച്ചയോടുകൂടി ശബരിമല സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. നിലവിൽ ഈ SIT സംഘം സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചപൂജയ്ക്ക് ശേഷമായിരിക്കും ഈ ശാസ്ത്രീയ പരിശോധന നടത്തുക. ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ മുഴുവൻ സ്വർണവും ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശേഖരിക്കും. ഇത് പ്രധാനമായും ഇതിന്റെ ക്വാളിറ്റി ഉൾപ്പെടെ പരിശോധിക്കും. ഒപ്പം നേരത്തെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി തന്നെയാണോ തിരികെ എത്തിച്ചത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ശാസ്ത്രീയ പരിശോധന ഇന്ന് നടത്തുന്നത്. SIT സംഘത്തിൽ ഇതിന് ആവശ്യമായ വിദഗ്ധരുടെ സംഘവുമുണ്ട്. അവരുൾപ്പെടുന്ന വലിയൊരു ടീമാണ് ഇന്നലെ ഉച്ചയോടുകൂടി സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ശബരിമല ശ്രീകോവിലിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികളുടെയും കട്ടിളപ്പാളികളുടെയും സാമ്പിളുകൾ വിദഗ്ധ സംഘം ശേഖരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ശാസ്ത്രീയ പരിശോധന നടക്കുന്നത്. അതേസമയം ഈ വിവാദങ്ങളൊക്കെ തന്നെ ഒരു വശത്തുണ്ടെങ്കിലും ആ വിവാദങ്ങൾ ഒന്നും തന്നെ ശബരിമല തീർത്ഥാടനത്തെ ബാധിച്ചിട്ടില്ല എന്നതാണ് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം അത്രത്തോളം തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ 55,000-ഓളം തീർത്ഥാടകർ ശബരിമലയിൽ എത്തി. 5 മണിക്കാണ് നട തുറന്നത്. 5 മണി മുതൽ 11 മണി വരെയുള്ള കണക്കാണ്. അത്രത്തോളം തീർത്ഥാടകർ ഇന്നലെ എത്തി. 3 മണിക്കൂറോളം ക്യൂ നിന്നാണ് പലരും ദർശനം നടത്തിയത്. മരക്കൂട്ടത്തിലടക്കം വലിയ തീർത്ഥാടന തിരക്ക് ഇന്നലെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്ന് 70,000 തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് വഴിയും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തും. ഈ നടപ്പന്തലിലടക്കം തീർത്ഥാടകരുടെ വലിയ നീണ്ട നിരയുണ്ട്. ഈ ആഴിക്ക് സമീപം 18-ാം പടി ചവിട്ടാൻ കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്തരത്തിൽ വലിയ തീർത്ഥാടന തിരക്കിലേക്ക് ശബരിമല പോവുകയാണ്. ഇന്ന് വൃശ്ചിക മാസമാണ്. വൃശ്ചിക പുലരിയിൽ വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. കാനനപാത വഴിയുള്ള ഈ യാത്രകൾക്കും ഇന്നു മുതൽ അനുമതിയുണ്ട്. രാവിലെ മുതൽ കാനനപാത വഴിയും കൂടുതൽ തീർത്ഥാടകരെത്തും. വണ്ടിപ്പെരിയാറിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സത്രത്തിലും സ്പോട്ട് ബുക്കിംഗിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അധികാരികൾ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പഴുതടച്ച ക്രമീകരണമാണ് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലവുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. 2 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്യുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ അറിയിച്ചിട്ടുണ്ട്. ഭക്തരുടെ അടിസ്ഥാന സൗകര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള നടപടികളായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അത്തരത്തിലൊരു പ്രതികരണമാണ് ഇന്നലെ അദ്ദേഹം നടത്തിയത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ ഉൾപ്പെടെ പഴുതടച്ച സുരക്ഷ ശബരിമലയിലുണ്ട്. ശബരിമല സന്നിധാനത്ത് മാത്രം 5,000-ത്തിലധികം തീർത്ഥാടകരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. പുതിയ പോലീസിന്റെ ബാച്ച് ഇന്നലെയാണ് ഈ ചുമതല ഏറ്റെടുത്തത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ എല്ലാം തന്നെ ശബരിമല സന്നിധാനത്ത് ഒരുക്കുന്നുണ്ട്. ഒപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പ്രത്യേക ക്യൂ ആണ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയ തിരക്കുകളില്ലാതെ സ്ത്രീകൾക്ക് അത്രത്തോളം തിരക്കാണ് ശബരിമലയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. 80,000-ഓളം ഭക്തർ ഇന്ന് തന്നെ ദർശനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് നിന്ന് ശാസ്ത്രീയ പരിശോധന പുരോഗമിക്കുകയും ചെയ്യും. MG പ്രതീക്ഷാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.